അപ്പൊ ഞങ്ങളുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പം UDFന് അനുകൂലമായിട്ടാണ് പ്രവാസി മലയാളികളെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് UDFന് ഏതാണ്ട് 86 സീറ്റോടുകൂടി അധികാരത്തിലെത്തുമെന്നാണ് ഞങ്ങളുടെ റിസൾട്ടിനകത്ത് ഉള്ളത്. LDFന് 53, അതുപോലെ തന്നെ O രാജഗോപാല് നേമത്ത് അക്കൗണ്ട് തുറക്കും. അപ്പോൾ BJPക്ക് 1 സീറ്റ്. അങ്ങനെയാണ് നമ്മളുടെ റിസൾട്ട്. അപ്പോൾ ഇതിനോട് സാറ് നമ്മളുടെ പ്രതീകാത്മകമായി ലഭിച്ച ഈ ഓൺലൈൻ വോട്ടിംഗിന്റെ റിസൾട്ട് അതായത് മെയ് 13 വരുന്ന റിസൾട്ടുമായിട്ട് താതാത്മ്യം പ്രാപിക്കത്തക്ക ഒന്നാണോ സാറിന്റെ വിലയിരുത്തലിൽ? BJPയുടെ കാര്യം എനിക്ക് അറിയാൻ വയ്യ. ഓക്കെ. ഒരു വ്യക്തമായിട്ടൊന്നും പറയാൻ സാധിക്കത്തില്ല. അധികാരത്തിൽ വരും എന്നുള്ളതിന് സംശയമില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തല്. ഓക്കെ. ഈ സീറ്റിന്റെ കാര്യത്തിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ വരുമെന്നാണോ സാറിന്റെ? ഒരു 74-നും 78-നും ഇടയ്ക്ക് കുറഞ്ഞത് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തല്. ഓക്കെ സാർ. അപ്പോൾ 78 മാക്സിമം എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലും. അതല്ല വലിയൊരു അനുകൂല തരംഗം ഉണ്ടാകുകയാണെങ്കിൽ ഈ പറഞ്ഞത് അതിൽ കൂടുതൽ ഒരു വർഷം. ഓക്കെ സാർ. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമ്മളിപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ UDF അധികാരത്തിൽ നിന്നും സാറിനെ വിലയിരുത്തുന്നത്. അപ്പോൾ UDFൽ നിന്ന് നമ്മൾ പ്രവാസി മലയാളികൾക്ക് ഇനി ഒരു അനുകൂലമായ നിലപാട് ആണ് സാറ് പ്രതീക്ഷിക്കുന്നത്? UDF വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂല നിലപാട് തന്നെയായിരിക്കും. ഓക്കെ. നമുക്ക് എല്ലാ മേഖലകളിലും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നീട് അതുപോലെ തന്നെ നമ്മളുടെ ഈ പ്രവാസി മലയാളികൾക്ക് ഇപ്പം വോട്ടവകാശം ലഭിച്ചു. അത് ഇനി ഒരു തരംഗം, ഒരു ചലനം ഉണ്ടാക്കുമെന്ന് സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയിപ്പം വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ? തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടിയിട്ടും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം. എന്നാലേ അതിനകത്തൊരു തരംഗം ഉണ്ടാവും. തീർച്ചയായിട്ടും. നമ്മളിപ്പോ 10 ലക്ഷമോ 20 ലക്ഷം ഉണ്ടെങ്കിൽ അതിലിപ്പം 200 പേര് വോട്ട് ചെയ്തിട്ട് നമുക്ക് വോട്ടവകാശം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാവുമ്പോഴേ ആ തരംഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നീട് അതുപോലെ തന്നെ നമ്മൾ ഈ പ്രവാസി മലയാളികളുടെ അവകാശങ്ങൾക്കായിട്ട് അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഒരുപാട് മലയാളി സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഈ സംഘടനകളോട് ഒരു ഐക്യവും അതുപോലെ തന്നെ സംഘടനകളോട് സാർ ഇപ്പോൾ OICCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ സാറിന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? തീർച്ചയായിട്ടും ഈ പ്രവാസികളുടെ പ്രശ്നങ്ങള് പ്രവാസി സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ കാണണം. അതിനകത്ത് പിന്നെ കക്ഷി രാഷ്ട്രീയമോ പിന്നെ മറ്റ് ഉള്ള താല്പര്യങ്ങളോ ഇല്ലാതെ പ്രവാസികളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ അവരൊറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നു എല്ലാ സംഘടനകളും. ഓക്കെ സാർ. ഇനി അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പം പ്രവാസികൾക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പം പ്രവാസി മലയാളികളോട് ഇപ്പം സാറിന് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്? അല്ല, നമ്മൾ പൊതുവെ ഉള്ള ഒരു കാര്യം നമ്മളിപ്പം സാറിന്റെ ഇപ്പൊ ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് നമ്മൾ വെബ്സൈറ്റിൽ കൂടി ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾ കേൾക്കുന്നതാണ്. സാറിന് ഇപ്പൊ OICCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ അതുപോലെ തന്നെ നമ്മൾ പ്രവാസി ജീവിതം 10-40 വർഷത്തോളം പ്രവാസി ജീവിത പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സാറിന് എന്തെങ്കിലും ഒരു സന്ദേശം അവർക്ക് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വളരെ തീർച്ചയായിട്ടും പ്രവാസി സംഘടനകളും പ്രവാസികളും നമ്മൾ ഒന്ന് നോക്കേണ്ടത്. കാരണം ഈ പ്രവാസികളിലെ ബഹുഭൂരിപക്ഷവും വളരെ ചെറിയ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരും അവർക്കിപ്പം ഇപ്പം ഈ ആശുപത്രിയിലെ കേസുകൾ എടുത്താലും എത്രയോ പേര് അവിടെ കാലുവ് നഷ്ടപ്പെട്ടിട്ടും മറ്റു പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു കാതലായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കത്തക്ക വിധത്തില് സംഘടനകൾ എല്ലാവരും നോക്കുകയും മറ്റുള്ള ബാക്കി നമ്മളെ എല്ലാവരും പ്രവാസികളുടെ പ്രശ്നങ്ങൾ പക്ഷെ പ്രശ്നങ്ങളുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ആരും നോക്കുന്നില്ല എന്നൊരു പരാതി വളരെ കുറച്ച് ആളുകളെ ഉണ്ട്.